ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം കാരണം ഖത്തറിൽ നിന്നുള്ള LNG കപ്പലുകൾ വരുന്നത് തടസ്സപ്പെട്ടു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ പ്രധാന യൂറിയ പ്ലാന്റുകളെല്ലാം 50% കപ്പാസിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. ഗ്യാസ് വിതരണം കുറഞ്ഞതോടെ ഉൽപാദനം പകുതിയായി കുറഞ്ഞു. സാധാരണഗതിയിൽ ഇതൊരു വലിയ ഭക്ഷ്യ പ്രതിസന്ധി, അതായത് ഫുഡ് ക്രൈസിസിന് കാരണമാകേണ്ടതാണ്. കാരണം ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഖാരിഫ് സീസണിലേക്ക് കർഷകർക്ക് ടൺ കണക്കിന് വളം ആവശ്യമാണ്. പക്ഷേ ഇവിടെയാണ് സർക്കാർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ആ സ്ട്രാറ്റജി വിജയിക്കുന്നത്. എന്താണ് ഈ ഒരു മോദി കവചം അഥവാ യൂറിയ ഷീൽഡ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ പുതിയതായി 6 യൂറിയ പ്ലാന്റുകളാണ് കമ്മീഷൻ ചെയ്തത്. ഇത് നമ്മുടെ ആഭ്യന്തര ഉൽപാദന ശേഷി 76 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. ലോകത്ത് യൂറിയയുടെ വില 3000 രൂപ കടന്നപ്പോഴും ഇന്ത്യൻ കർഷകന് അത് 300 രൂപയിൽ താഴെ ലഭ്യമാക്കി. ഇന്നും ആ നയം തുടരുകയാണ്. യുദ്ധം കാരണം ഇറക്കുമതി ചെലവ് കൂടിയെങ്കിലും ആ ഭാരം കർഷകരുടെ തലയിൽ കെട്ടിവെക്കാതെ സർക്കാർ തന്നെ സബ്സിഡിയായി ഏറ്റെടുത്തിരിക്കുന്നു. ഇത് മാത്രമല്ല, നാനോ യൂറിയ പോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ വഴി വളത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഇപ്പോൾ യുദ്ധം കാരണം വിതരണം തടസ്സപ്പെട്ടാലും നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ബഫർ സ്റ്റോക്ക് ഉണ്ട് എന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. ഏതാണ്ട് 61 ലക്ഷം ടൺ യൂറിയ നിലവിൽ സ്റ്റോക്കുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 20% കൂടുതലാണ്. ഇനി ഇന്ധനത്തിന്റെ കാര്യം നോക്കാം. ഇറാൻ അമേരിക്ക സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡിംഗ് മിഷൻ തുണയ്ക്കുന്നത്. ഒരു പതിറ്റാണ്ട് മുമ്പ് വെറും 1.5% എഥനോൾ മിശ്രിതം ഇന്ന് E20, അതായത് 20% എത്തിയിരിക്കുകയാണ്. ഇതിലൂടെ മാത്രം കഴിഞ്ഞ ഒരു വർഷം 4.5 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അതായത് ഏതാണ്ട് 25,000 കോടി രൂപയുടെ വിദേശ നാണ്യം നമ്മൾ ലാഭിച്ചു. ഈ എഥനോൾ വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കർഷകരുടെ കരിമ്പ് ചക്കിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും. ചുരുക്കത്തിൽ പെട്രോളിന് വേണ്ടി അറബ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് ആ പണം നമ്മുടെ കർഷകർക്ക് തന്നെ നൽകുന്ന ഒരു മാതൃകയാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. ഖത്തർ എനർജി തങ്ങളുടെ ചില പ്രൊഡക്ഷനുകൾ നിർത്തിവെച്ചത് ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഗ്യാസ് വിതരണത്തിന് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. വളം നിർമ്മാണശാലകൾക്ക് ഗ്യാസ് നൽകുന്നതിന് 1ാം പരിഗണന നൽകാൻ സർക്കാർ ഉത്തരവിട്ടു. ഭക്ഷ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ലോകത്തോട് പറയാൻ ഇന്ത്യക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്.